വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെൽസ് വ്ലോഗ്സ് 9.2. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീടിന്റെ ഫ്രണ്ട് ഭാഗം റിനോവേഷന്റെ ഭാഗമായിട്ട് ടൈലൊക്കെ ഇട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈലിട്ടപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ വിചാരിച്ചു ഒരു ഡ്രസ് വർക്കും കൂടി വീടിന്റെ ഫ്രണ്ട് ഭാഗം ചെയ്താലോ എന്ന്. ആദ്യം സൈഡ് ചെരിച്ചിട്ടുള്ള ഡ്രസ്സായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ഇപ്പൊ 4 മൂല ഡ്രസ്സാക്കി. 4 മൂലയാക്കിയപ്പോ മുകളിലേക്ക് അത്യാവശ്യം സ്പേസും നല്ല ലൈറ്റും ഉള്ളിലേക്ക് ഉണ്ട്. ഇന്നത്തെ വീഡിയോ അതാണ്. നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഡ്രസ്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഫിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്ലാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഈ ഡ്രസ്സിൻ്റെ തൂണുകൾ വരുന്നത് 3 ഇഞ്ചിൻ്റെ സ്ക്വയറാണ് വരുന്നത്. 3 ഇഞ്ച് സ്ക്വയർ റണ്ണറിൻ്റെ പോസ്റ്റിൻ്റെ അതിനോട് ചേർന്നുള്ള ഇതാണ് കാണുന്നത്. ലുക്കാണത്. ഈ ഡ്രസ്സൊക്കെ എല്ലാം ഊരി മാറ്റിയിട്ട് ഈ ഡ്രസ്സിനെ നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടേക്ക് ഈ ഭാഗം സെയിം ആയിട്ടുള്ള രീതിയിൽ ഒരു മൂല കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഡ്രസ്സ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ ഏരിയ ഫുള്ളായിട്ട് കാണാൻ കവർ ചെയ്യും. അത്യാവശ്യം അവരുടെ സലീഷും കൂടി ഇപ്പോൾ ചെയ്യണം വെച്ചാൽ ആദ്യം സലീഷ് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ വിദേശമായിട്ട് ക്ലബ് ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. സലീഷുണ്ട്. ഇപ്പോൾ വർക്ക് കുറേ കൂടി മാറ്റങ്ങൾ വരുത്തി കാരണം ആൾക്കാരെ സ്ട്രെങ്ത്ത് കൂട്ടേണ്ട അവസ്ഥയായി. ഫ്രണ്ടിലെ ആദ്യത്തെ പ്ലാൻ കയറാണ്. അതിൻ്റെ വർക്കിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അത്. ശരിക്കും അത്രയും ഹെവിയാണ് അത് സാധനം. അത്രയും ഹെവിയാണ് ഈ പ്ലാൻ വരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്രോസ് ആയിട്ടുള്ള കൊടുത്തലാണ്. ഏട്രസിൻ്റെ വർക്ക് ഇപ്പോൾ ചെയ്ത് ഏട്രസ് മുകളിൽ കയറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ആംഗിള് കറക്റ്റായിട്ട് വെൽഡ് ചെയ്യാനുള്ള ആംഗിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് ഇതിന് സ്ട്രെങ്ത്ത് കൂടാൻ വേണ്ടിയിട്ട് 2 പൈപ്പ് ഇതേമാതിരിനെ ഏണി പോലെ ആക്കിയിട്ട് അടിച്ചിട്ടാണ് ഇതിൻ്റെ ട്രസ്സുകൾ വയ്ക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രസ്സുകൾ ഈ സൈസ് തന്നെയാണ്. ഉദ്ദേശിച്ചത് സ്ലോപ്പ് ഡ്രസ്സ് ആയത് എന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ അതുമാതിരി നമ്മൾ പിന്നെ അത് 4 മൂലയാക്കിയപ്പോൾ അതിൻ്റെ സൈസ് 40 അടിയോളം വിഡ്ത്തും 60 അടിയോളം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഡ്രസ്സുകൾ പവർ ഒന്നും കൂടി സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് പുതിയ പൈപ്പ് വീണ്ടും 16 ലെങ്ത്ത് പൈപ്പ് വേണ്ടി വാങ്ങിച്ചു 2 കൊന്നര. എത്ര അടി ഗ്യാപ്പിലാണ് പാർലിംഗ് അടിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്? 60 സെന്റിമീറ്റർ 2 അടി. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണല്ലേ ചുരുക്കത്തിൽ? അതെ. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് അളവ് നമ്മൾ ഉണ്ടാക്കിയതാ, റെഡിമെയ്ഡ് അളവുകളല്ല. കാരണം ഒരു വീട് നമ്മളെ സ്പേസും കൂടിയിട്ട് ചെരിഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ഡിഗ്രി ആക്കിയിട്ട് സെറ്റ് ചെയ്ത് പോകുന്നത്. ഈ വീടും ഈ പറഞ്ഞ പ്ലോട്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലേ? ഈ സൈഡ് 30 അടിയും മറ്റേ സൈഡ് 36 അടിയും വരുന്നത്. 6 അടിയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കിഴക്കേ സൈഡ്, അതായത് ഈ കിഴക്കേ സൈഡ് എല്ലാം കറക്റ്റായിട്ടും ഈ സൈഡിൽ കുറച്ച് കട്ടിങ്ങുകളും ലെങ്ത് വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഡ്രസ്സുകൾ കംപ്ലീറ്റ് ഇതുപോലെ ഏണിയായിട്ടുള്ള ഡ്രസ്സുകളാണ് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ ഷീറ്റിന് നമ്മുടെ UPVC ഷീറ്റിന് വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. ഒരു 10 അടി ഷീറ്റ് തിൻ ഷീറ്റാണെങ്കിൽ ഒരു 6 കിലോവും ഇത് വരുമ്പോൾ ഒരു 10 അടി ഷീറ്റിന് 16 കിലോവും വ്യത്യാസമുണ്ട്. അതായത് ഏകദേശം 10 കിലോയുടെ വ്യത്യാസം ഒരു ഷീറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള സ്ട്രക്ചർ ചെയ്തില്ലെങ്കിൽ ഒരു സ്ട്രെങ്തനിങ് പ്രോബ്ലം വരാൻ സാധ്യത വളരെ ഉണ്ടെന്നാണ് മിതേഷ് പറഞ്ഞത്. സലീഷും കൂടിയും പറഞ്ഞു. അപ്പോൾ 2 പേരും ഒപ്പീനിയൻ പ്രകാരം നമ്മൾ കൂടുതൽ മെറ്റീരിയൽ കൂടുതൽ വന്നപ്പോൾ ആദ്യം സ്ലോപ്പ് അടിക്കാനാണ് ഉദ്ദേശിച്ചത്. സലീഷ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവസാനം അത് 4 മൂല ഡ്രസ്സായിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. നമ്മളിത് 1 സൈഡ് അടിക്കാനല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണല്ലോ. 1 സൈഡ് ആദ്യം സ്റ്റാർട്ടിങ് നമ്മൾ റണ്ണറൊക്കെ കയറ്റി നിർത്തി. പിന്നീടുള്ള മാറ്റം വരുത്തി 4 മൂല ആയതുകൊണ്ട് അല്ലേ? സലീഷ് വെൽഡിങ്ങിൽ പുലിയാണ്. വെൽഡിങ് പക്കയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വെൽഡിങ് ഫിനിഷ് വെൽഡിങ്ങാണ്. കമ്പ്യൂട്ടർ വെൽഡ് ചെയ്യുന്ന പോലെ അത്രയും ക്വാളിറ്റി വെൽഡിങ്ങാണ്. ഇതിൻ്റെ അടി ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ വീടിൻ്റെ ലെവലും അതുമാതിരി തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ലെവലും ചെറിയ വേരിയേഷൻ ഉണ്ട്. അതായത് ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 36 അടിയോളം, ഈ സൈഡിലേക്ക് ഏകദേശം 30 അടിയോളം ഉള്ളൂ. പഴയ ഡ്രസ്സ് ഉണ്ടായതല്ലേ, അതിപ്പോൾ പൊളിച്ച് അത് ഇവിടേക്ക് പുതിയൊരു ഡ്രസ്സായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വടക്കേ സൈഡിനല്ലോ, വീടിൻ്റെ വടക്കേ സൈഡ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ ലുക്കാണ് പറയുന്നത് വടക്കേ സൈഡിൽ നമ്മൾ ഇതേപോലെ ആ പൊളിച്ച ഡ്രസ്സ് എടുത്തിട്ട് ഇതേപോലെ അവിടെ ചെയ്തിട്ടുണ്ട്. പാത്തി വയ്ക്കുന്ന പണിയാണ് ഇനി ബാക്കിയുള്ളത്. പിന്നെ ചെറിയ കുറച്ച് ഭാഗം കൂടിയും പെയിൻറ്റിങ് ചെയ്യാനുണ്ട്, ടച്ചിങ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഒരു ഫിനിഷായി. പിന്നെ നമുക്ക് ഷീറ്റിൻ്റെ അളവെടുത്ത് ഷീറ്റ് വാങ്ങിക്കണം. അതാണ് അടുത്തൊരു പണിയുള്ളത്. അപ്പോൾ ഇതിൽ ഷീറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഷീറ്റിൻ്റെ കമത്തിൻ്റെ, അതായത് മൂലോട് വരുന്ന ഭാഗമില്ലേ, ചില ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതേമാതിരി തന്നെ ഇവിടെ നിന്ന് ആ മൂലയിലേക്ക്, പിന്നെ അവിടെ നിന്ന് സെൻറ്ററിലേക്കോട്ടുള്ള ആ ഭാഗം, ഇതിലേക്ക് തന്നെ കമത്തി ഉണ്ടല്ലോ, ഈ കമത്തിക്ക് ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. 1 മീറ്റർ വരുന്ന ആ കമത്തിക്ക് വരുന്നത് 670 സംതിങ് രൂപയാണ് ലാസ്റ്റ് വരുന്നത്, 670 കേട്ടോ കൊണ്ടാണ് വരുന്നത് UPVCയുടെ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഈ സാധാരണ മെറ്റലിൻ്റെ തന്നെ മൂലോട് പോലെ ആക്കിയാന്നുള്ളത് ചിന്തയിൽ നിൽക്കണം. ചിലന്നാൽ മാത്രമേ അത് മുതലാവുള്ളൂ. ഇനി 40,000 ചിലവാണ്. 60 മീറ്ററോളം വരുന്നുണ്ട്. UPVCയുടെ ഷീറ്റ് അതിൻ്റെ അപ്ലൈയിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏരിയ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇത്, ഫ്രണ്ടേജാണ്. വീടിനോട് ചേർന്നുള്ള ഭാഗത്തിൻ്റെ വർക്കിനും പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഇന്നലെ കാണിച്ചില്ലേ, ഇന്നലത്തെ വർക്കിൻ്റെ ബാലൻസ് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുള്ള നീ കാണുന്നത്. വാറണ്ടിക്ക് വേണ്ടിയിട്ട് കമ്പനി ഈ മുകളിലാണ്, ഇപ്പോൾ ഓളയിലാണ് സ്ക്രൂ അടിക്കാനായിട്ട് പറയുന്നത്. എന്നാൽ മാത്രമേ വാറണ്ടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഇതാണിത്, അതിൻ്റെ ഒരു ക്യാപ്പാണിത്, സ്ക്രൂ ക്യാപ്പ്. ഇത് ഏകദേശം ഒരെണ്ണത്തിന് 7 രൂപയോളം വരുന്നുണ്ട്, സ്ക്രൂവിന് ഒരു 2.5 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 9 രൂപയോളം സ്ക്രൂവിന് വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇത് സ്ക്രൂ ആണ് വിദേശം കാണിക്കുന്നത്. മറ്റേ എൻ്റെ ക്യാപ്പ് കാണിച്ച് ക്യാപ്പും ഇതാണ്. ഇതിനുള്ള റബ്ബർ ബീഡിങ് ഉണ്ട്, അതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ നേരെ ഇനി അത് സ്ക്രൂ ചെയ്യാണ്. അപ്പോൾ ഇത് സ്ക്രൂ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ടെക്നിക്ക്. ആ ക്യാപ്പിട്ട് അടച്ചു കഴിഞ്ഞാൽ ഫിനിഷായി. ഇനി വെള്ളം കിടക്കുന്ന പ്രശ്നമില്ല. സ്ക്രൂ ആണ് കേട്ടോ, 2 ഇഞ്ച് സ്ക്രൂ ആണ്. വേണം, എന്നാലും അടിയിലേക്ക് കോളേജിൽ നിന്ന് താഴത്തേക്കുള്ള പറലിലേക്ക് പിടിക്കുള്ളൂ. ഷീറ്റിൻ്റെ വർക്ക് ഏകദേശം പരിസമാപ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഇത്രയും ഭാഗങ്ങളും ഉള്ള വർക്കെല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ റിഡ്ജുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് സൈഡ് റിഡ്ജുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുകളിൽ റിഡ്ജിൻ്റെ ഭാഗം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തത് വേളയിൽ ട്രഡേഴ്സ് എന്നുള്ള സ്ഥാപനമുണ്ട്, തൃപ്പയാറ്, തൃശ്ശൂർ ജില്ലയിൽ തൃപ്പയാർ എന്ന സ്ഥലത്ത് വേളയിൽ. അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഷീറ്റുകളും ഈ UPVCയും അവരുടെ നമ്മുടെ ഈ ചെയ്തിട്ടുള്ള JSW ഷീറ്റുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള വേളയിൽ ട്രഡേഴ്സ്, തൃപ്പയാർ, വാടാനപ്പള്ളി, ചന്ദ്രാപിന്നി, അങ്ങനെ 3 ബ്രാഞ്ചിലായിരുന്നു അവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. മിതേഷാണ് നമ്മുടെ ഈ വർക്കൊക്കെ ചെയ്യുന്നത്. മിതേഷിൻ്റെ ഇത് 2ാമത്തെ UPVC വർക്കാണ് മിതേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ UPVC വർക്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ടിൻ ഷീറ്റാണോ സുഖകരമായി വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ? ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ചൂട്, മുകളിൽ നല്ല ചൂടുണ്ടാവും, അടിയിൽ നല്ല തണവാണ്. പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് വർക്ക് സുഖകരമാണോ, സേഫാണോ? കുഴപ്പമില്ല അല്ലേ? ആ, വെയിറ്റ് കൂടുതലാണല്ലേ മറ്റേ ടെൻഷനുകൾ? ഉജ്ജല് മറ്റേ റിഡ്ജ് ഒരെണ്ണം എടുത്തു കൊടുക്കണം. അപ്പം അതുപോലെ താങ്ങി റിഡ്ജ് അത്യാവശ്യം സഹായങ്ങളൊക്കെ ഉജ്ജ്വലം ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ സുഹൃത്താണ് ദേവദാസ് എന്ന് പേര്. ദേവദാസേ, നീ ഇതുമാരത്തെ വർക്കിന് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടോ മുൻപ് വരലൊരു കൂടെ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് ഡ്രസ് വർക്ക് ചെയ്യുന്നല്ലേ? ദേവദാസ് ആദ്യമായിട്ട് ഡ്രസ് വർക്ക് ചെയ്യുന്നത്. ആള് ശരിക്കും ഒരു പെയിൻറ്റിംഗ് ആണ് ആളുടെ ചേട്ടനും വരെ കൂടി നമ്മുടെ വീട് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് ദേവദാസിൻ്റെ ചേട്ടനും ദേവദാസും കൂടിയിട്ടാണ്. നമ്മുടെ വീടിൻ്റെ വടക്കേ സൈഡിൽ നിന്നുള്ള ലുക്കാണ്. ഇവിടെ മുഴുവൻ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അതിൻ്റെ മുഖപ്പ് വരുന്ന ഭാഗം. പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ വടക്കേ സൈഡിലുള്ള ആ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വടക്കേ സൈഡിൽ നിന്നുള്ള വീടിൻ്റെ ഫ്രണ്ടേജിലേക്കുള്ള ലുക്കാണ് എനിക്ക് കാണുന്നത്. വീടിൻ്റെ ഫ്രണ്ടേജിലെ ഡ്രസ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫുൾ ഫിനിഷിംഗ് ആയിട്ടുള്ള ഫ്രണ്ട് ലുക്ക്. വീടിൻ്റെ ഫ്രണ്ടേജ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ലുക്ക്. അപ്പോൾ വീട്ടിൽ നല്ല സ്പേഷ്യസ് ആയ ഏരിയ.
ഫൈനൽ ലുക്ക് ഇതാണ്. ഇതോടിയിട്ട് നമ്മുടെ അടുത്ത ഈ വർക്ക് കംപ്ലീറ്റ് ആയി. PVC ഷീറ്റ് വളരെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ UPVC ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ UPVC ഷീറ്റ് മേടിച്ച ആൾക്കാരുടെ നമ്പറും ഇത് പണിഞ്ഞ ആൾക്കാരുടെ നമ്പറും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും പറയണ പോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഇനിയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇറ്റ്സ് മീ ജസ്റ്റ് വ്ലോഗ്സ് 9.2 സൈനിങ് ഔട്ട്.